ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതാ തലേദിവസത്തെ ഇതൊക്കെ കണ്ടല്ലോ, പിറ്റേ ദിവസമാണ് കേട്ടോ ഇത്. സാധാരണ ഇങ്ങനെയൊക്കെ ഇതിപ്പോൾ ഒരു 6 മണിയായപ്പോഴേക്കും ഞാൻ എഴുന്നേറ്റു. എന്താ വെച്ചാൽ ജോലിക്ക് പോകാൻ പറ്റുമോ ഇല്ലയോ, ബസ് ഓടുണ്ടോ, വെള്ളം ഇറങ്ങിയോ ഒന്നും അറിയില്ലല്ലോ നമുക്ക്. അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനെ എഴുന്നേറ്റൊക്കെ ചെയ്തു. പക്ഷേ സാധാരണ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇന്ന് എന്തോ ഒരു ഭീകരാവസ്ഥയാണ് കേട്ടോ തോന്നുന്നത്. നമ്മുടെ മനസ്സിലൊരു പേടി തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയല്ലേ. ചേട്ടൻ ജോലിക്ക് പോകാമെന്ന് ചോദിച്ചിട്ട് അപ്പുറത്തെ ചേട്ടനോട് ചോദിക്കുന്നതാണ് ഈ കേൾക്കണത് കേട്ടോ. കുറേ വഴി വണ്ടി ഓടണം അല്ലേ? ആദ്യം മാവുംചോട് വരെ പോകാൻ പറ്റും നമുക്ക്. വെള്ളം പറ്റുന്നല്ല, ഇത് ബീച്ച് വെള്ളം പറ്റുന്ന. അങ്ങനെ ചേട്ടനൊന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം പുത്തൂർ വരെ പോയി വന്നു. അവിടെ വെള്ളം തന്നെയാണ്, വെള്ളം കൂടിയേക്കാണ്, ബസ്സൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് വന്നു. പിന്നെ ചേട്ടൻ വേറെ ഏതൊക്കെയോ വഴി കൂടെ ഇങ്ങനെ ജോലിക്ക് പോവാമെന്ന് പറഞ്ഞു കണ്ടിട്ട് ഇത് അവിടെ ഒരുങ്ങണതാണ് കാണുന്നത്. ഫുഡൊന്നും കഴിക്കാനോ കൊണ്ടുപോകാനോ നിന്നില്ല. എന്ന് വെച്ചാൽ പോണ വഴിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അതൊക്കെ കെട്ടിച്ചൊന്ന് കയ്യിൽ പിടിച്ചിട്ട് ബുദ്ധിമുട്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് അതിനൊന്നും ചെയ്തില്ല. ആളിത്തിരി കഞ്ഞുള്ള എടുത്ത് കുടിച്ച് കണ്ടിട്ട് പോകാൻ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ പോയത് എങ്ങനെയാണെന്ന് വെച്ചാൽ മണ്ണമ്പട്ടയൊക്കെ കൂടി അങ്ങനെ കുറേ നേരം വളഞ്ഞ് 7:30 അങ്ങോട്ട് ഇവിടെ നിന്ന് പോയിട്ട് 9 മണിക്ക് അങ്ങോട്ടായി തൃശ്ശൂർ എത്തിയപ്പോൾ അത്രയും സമയം വളഞ്ഞിട്ടാണ് കേട്ടോ തൃശ്ശൂർക്ക് എത്തി ജോലിക്ക് കയറിയത്. എനിക്കോ ശ്രീകുട്ടനെ പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ ശ്രീകുട്ടൻ എഴുന്നേറ്റുണ്ടായിരുന്നില്ല. പക്ഷേ ശ്രീകുട്ടനെ വിടാനായിട്ടൊരു പേടി, അതുകൊണ്ട് പോകണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞു കേട്ടോ. അവന് പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അവനെന്തേ വിളിക്കായിരുന്നേ, പിറ്റേ ദിവസം എങ്ങനെയാണെങ്കിൽ അവച്ചൻ്റെ കൂടെ പൊക്കോണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാനും ശ്രീകുട്ടനും വീട്ടിലിരുന്നു. ആദ്യത്തിന് പിന്നെ ഓൾറെഡി സ്കൂളില്ലല്ലോ, സ്കൂളായതുകൊണ്ട് പിന്നെ അങ്ങനത്തെ പ്രശ്നമില്ല. പക്ഷെ നമ്മൾ ജോലിക്ക് പോകുമ്പോൾ നമ്മുടെ ഒരു ദിവസത്തെ പൈസയും കുറയും. പിന്നെ ഭയങ്കര ടെൻഷനാണ് കേട്ടോ. സാധാരണ നമുക്ക് വേറെ എന്തെങ്കിലും ആവശ്യത്തിന് ഒരു ലീവ് എടുക്കണ പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും സന്തോഷമുള്ള കാര്യത്തിന് ലീവ് എടുക്കണ പോലെയോ ഒന്നുമല്ല. ഇങ്ങനെ നമ്മൾ വീട്ടിൽ പെട്ടുപോയൊരവസ്ഥയാകുമ്പോൾ നമുക്ക് അങ്ങനെ ലീവ് എടുക്കാനോ വീട്ടിലിരിക്കാനോ ഒരു സന്തോഷം ഇല്ലാത്തൊരു ദിവസമാണ് കേട്ടോ സത്യം പറഞ്ഞാൽ. അങ്ങനെ ഞാൻ വന്ന് സാമ്പാർ വയ്ക്കാനുള്ള പരിപാടിയാണ്. കഷ്ണങ്ങളൊക്കെ ഇട്ടു. ചേട്ടൻ എന്താ പോകാനായിട്ട് ഇറങ്ങി. അപ്പോൾ മുണ്ടൊക്കെ എടുത്തിട്ടാണ് പോണത്. എന്താ വെച്ചാൽ വെള്ളത്തിൽ കൂടെ പോണ്ടി വന്നു കഴിഞ്ഞാൽ ഇനി പാൻറ്റൊക്കെ നനഞ്ഞ് അവിടെ എത്തുമ്പോൾ പിന്നെ ഈ പാൻറ്റ് എന്ന് പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാൽ കുറച്ച് കട്ടിയുള്ളതല്ലേ. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നനഞ്ഞതിട്ട് വൈകുന്നേരം വരെ ഇരിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ മുണ്ടെടുത്ത് പോവുക, പാൻറ്റ് ബാഗിൽ വെച്ചിട്ട് പോവുകയാണ് കേട്ടോ. പാൻറ്റ് എന്തായാലും ഇടണ കോണിയൊക്കെ കയറി ഭാരമൊക്കെ ചുമക്കണം. അപ്പോൾ എന്തായാലും മുണ്ടെടുത്ത് അവിടെ ജോലി ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷേ എന്നാലും പോകുമ്പോൾ എന്തായാലും മുണ്ടെടുത്ത് പോകാമെന്ന് പറഞ്ഞു കണ്ടിട്ട് അങ്ങനെ മുണ്ടെടുത്ത് പോകും. ചേട്ടൻ അങ്ങനെ മുണ്ട് ഒതുക്കി പിടിക്കാനൊന്നും അത്ര അറിയില്ല കേട്ടോ. മുണ്ടെടുത്ത് അങ്ങനെ ശീലം ഭയങ്കര കുറവാണ്, വീട്ടിൽ മാത്രമേ കൊടുത്ത് ശീലമുള്ളൂ. അപ്പോൾ അത് കാരണം വണ്ടിയുമ ഓടുമ്പോൾ എനിക്ക് ഇത്തിരി പേടിയാണ് കേട്ടോ. ചേട്ടൻ മുണ്ടെടുത്തിട്ടൊക്കെ പോകുമ്പോൾ ഓരോ തലയും വാലൊക്കെ താഴ്ത്തിക്ക് എടുക്കും. അപ്പോൾ സാമ്പാർ വയ്ക്കാൻ നോക്കിയപ്പോൾ അങ്ങനെ കഷ്ണങ്ങളൊന്നുമില്ല. ഞാൻ മോര് കറി വയ്ക്കാമെന്നൊക്കെ മുട്ടക്കറി വയ്ക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് തലേദിവസം പോകുന്നത്. പിന്നെ മുട്ട പൊരിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ സാമ്പാറുമ്മയ്ക്ക് പോയി. സാമ്പാറിനായിട്ട് പ്രത്യേകിച്ചൊന്നും വാങ്ങിക്കാത്ത കാരണം കൊണ്ട് ഒരു കഷ്ണം ഒരു കായ എടുത്ത് ഒരു പപ്പായ എടുത്ത് കണ്ടിട്ട് ഒടിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ. പിന്നെ പറമ്പിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്നൊന്നും നോക്കിയതാണ്. പക്ഷേ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മുടെ പ്രഷർ ചീര മാത്രമേ ഉള്ളൂ. ബാക്കി പിന്നെ കുറച്ച് പച്ചമുളക് നിൽക്കുന്നുണ്ടെന്നല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നോക്കിയപ്പോൾ ചേട്ടൻ നാളികേരം പൊതിച്ചിട്ട് വെട്ടോത്തി മുറ്റത്ത് കിടക്കുന്നു. അപ്പോൾ അതും കൂടി എടുത്തുകൊണ്ട് വന്നു. ഇനി 2 ദിവസം മുന്നേ സാമ്പാർ കഷ്ണം വാങ്ങിച്ചതിൻ്റെ പയർ ഏറെക്കുറെ കേടാവാറായി. കിട്ടണത് എടുക്കാൻ വെച്ചു. പിന്നെ തക്കാളിയും 2 വെണ്ടക്കായൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. 2 മുരിങ്ങക്കായ കുറവുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് മുരിങ്ങക്കായ ഭയങ്കര ഇഷ്ടമാണ്. സാമ്പാറിൽ മുരിങ്ങക്കായും അതേപോലെ നല്ലോണം മല്ലിയിലും കായും എനിക്ക് വേണം, അല്ലെങ്കിൽ പിന്നെ സാമ്പാർ അല്ലാത്ത പോലെ തോന്നും കേട്ടോ. അപ്പോൾ അത് വെച്ച നേരം കൊണ്ട് കുടിക്കാനുള്ള വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെക്കാൻ വെച്ചു. അപ്പോൾ ഇതിൽ 2 കെറ്റിൽ രാവിലെ 2 കെറ്റിൽ വൈകുന്നേരം വെച്ച് സാധാരണ ദിവസങ്ങളിൽ പറ്റും. പക്ഷേ ഇന്ന് പറ്റുമെന്ന് ഉറപ്പില്ല. എന്താ വെച്ചാൽ എല്ലാവരും വീട്ടിലുണ്ടല്ലോ. സാധാരണ നമ്മൾ രാവിലെ എല്ലാവരും പോയി വൈകുന്നേരമല്ലേ വരുള്ളൂ. അപ്പോൾ 4 കെറ്റിൽ വെള്ളം ധാരാളമാണ് കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ തികയില്ല. അപ്പോൾ അങ്ങനെ പിന്നെ വേറെ അധികം കറികളൊന്നും വെക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറയുന്നതാണ് ഒരു ശരി കേട്ടോ. അങ്ങനെ അടുക്കള ജോലി ചെയ്യാനോ പ്രത്യേകിച്ച് ഒരു കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും ഒരു ഇൻട്രസ്റ്റ് ഒന്നുമില്ല. മനസ്സെന്തായാലും നമുക്ക് ചെറിയൊരു സങ്കടം പോലെയാണ്. അപ്പോൾ പിന്നെ ഞാൻ എന്തെങ്കിലും ഒന്നും വയ്ക്കാണ്ട് പറ്റില്ല കേട്ടോ. എന്ന് വെച്ചാൽ പിള്ളേരുള്ളതല്ലേ, അവർ 3 നേരം ഭക്ഷണത്തിന് വരുമ്പോൾ അത് അവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ അമ്മമാർക്ക് എത്രയും സങ്കടമൊക്കെ തന്നെ.
പിന്നെ അപ്പോഴേക്കും എന്താ വെള്ളം തിളച്ചു, അത് ഒഴിച്ചു വെച്ചു. അതിനിടയ്ക്ക് എൻ്റെ കഷ്ണങ്ങൾ അരിയലൊക്കെ കഴിഞ്ഞു. തക്കാളി ഞാൻ ഇത്തിരി ചെറുതാക്കി തന്നെയാണ് കേട്ടോ അരിയ. തക്കാളി എനിക്ക് അതിലങ്ങനെ കെടുക്കുമ്പോൾ എന്തോ ഇത്തിരി ഉടയണതാണ് തക്കാളി. ഇത്തിരി ഉടയണതൊക്കെ തന്നെയാണ് ടേസ്റ്റായിട്ട് എനിക്ക് തോന്നാറ്. വെണ്ടക്കായ ഉടയണത് ഇഷ്ടമില്ല കേട്ടോ, ഒന്ന് ചാകെ ഉഴുന്നയോ സാമ്പാർ. അപ്പോൾ ഇത് കുഴപ്പമില്ല. അപ്പോൾ പപ്പായും ഇതൊക്കെ എല്ലാതും കൂടിയിട്ട്, പിന്നെ ഞാൻ പരിപ്പ് വേവിച്ചത് സവോള ഇട്ടിട്ടാണ് കേട്ടോ. മത്തങ്ങ ഉണ്ടെങ്കിൽ മത്തങ്ങ വെച്ചിട്ടിടും, അല്ലെങ്കിൽ ഇവരൊരു സവോള അരിഞ്ഞിടുക, അല്ലെങ്കിൽ ഇവർ ചുമന്നുള്ളി കേട്ടോ. ഏതെങ്കിലും ഇട്ടാലാണ് നല്ല കൊഴുപ്പ് കിട്ടുക. നല്ല കാറ്റൊക്കെ വീശുന്നുണ്ട്. സാധാരണ എനിക്കിങ്ങനെ ഇളം കാറ്റ്, ഇങ്ങനെ കാറ്റൊക്കെ വീശുമ്പോൾ നല്ല ഇഷ്ടമാണ്, പക്ഷേ ഇന്നും പറ്റണില്ല. അപ്പോൾ വേഗം അകത്ത് വാതിലൊക്കെ അടച്ചിട്ട് അകത്ത് കയറി. പിന്നെ പൂച്ചകൾക്ക് മഴ തിരിച്ച് പെയ്യുന്നുണ്ട്. അപ്പോൾ പൂച്ചകളൊന്ന് മഴ കൊള്ളാണ്ടിരുന്നോട്ടെ വെച്ചിട്ട് ഞാൻ ഒന്ന് വാതിൽ തുറന്നിരുന്നു. അവർ ചിലപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് കയറിയിരിക്കും, വല്ലാണ്ടൊന്നും അങ്ങനെ അകത്തിരിക്കില്ല കേട്ടോ. നമ്മുടെ കണ്ടപ്പം മാത്രമാണ് അകത്തത്തെ ആൾ, അവനെയാണ് അകത്ത് കയറ്റണത് കേട്ടോ. അവനകത്ത് കയറ്റിയില്ലെങ്കിൽ ഭയങ്കര സങ്കടമാണ്. അപ്പോൾ പിന്നെ കയറ്റും. പിന്നെ ഞാൻ എന്താ പരിപ്പൊക്കെ മാറ്റി വെച്ച് കഷ്ണങ്ങളിട്ട് അതിലേക്ക് ഇത്തിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പുളി പിഴിഞ്ഞൊഴിക്കുകയും ഉപ്പൊക്കെ ഇട്ട് അടുപ്പത്ത് വെച്ചു കേട്ടോ. പിന്നെ സാമ്പാർ പൊടിയും ഇല്ല, ഞാൻ പറയില്ല സാമ്പാർ വെക്കണമെന്നൊന്നും വിചാരിച്ചില്ല, അത് കാരണം കൊണ്ട് സാമ്പാർ പൊടിയും ഉണ്ടായിരുന്നില്ല. അപ്പോൾ സാമ്പാർ പൊടിക്ക് പകരം എന്തെങ്കിലുമൊക്കെ ഒരു സൂത്രം ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ വെച്ച് ഇത് വേവിച്ചെടുത്തു. നല്ല സാമ്പാറായിരുന്നു കേട്ടോ. അങ്ങനെ തട്ടിക്കുട്ടണ സാമ്പാറൊക്കെ ഭയങ്കര ടേസ്റ്റായിരിക്കും, പലപ്പോഴും അങ്ങനെയാണ്. പിന്നെ ഞാൻ അത് അടുപ്പത്ത് വെച്ച് വേഗം ഒന്ന് അടുക്കളയോ ഹാളും ഈ ഇറയൊക്കെ ഒന്ന് അടിച്ച് തുടച്ചിടാണ് കേട്ടോ. വെച്ചാൽ എല്ലാവരും ഉണ്ടാകുമ്പോഴാണ് നല്ല വൃത്തികേട്. നമ്മൾ രാവിലെ തന്നെ ജോലിക്ക് പോകുമ്പോൾ നമ്മൾ അങ്ങനെ അടിച്ച് തുടച്ചില്ലെങ്കിലൊന്നും വലിയ കുഴപ്പമില്ല. പക്ഷേ വീട്ടിലുണ്ടാകുമ്പോൾ നമുക്ക് എല്ലാവരുടെയും വൃത്തിയായി കിടന്നില്ലെങ്കിൽ എന്തോ ഒരു അസ്വസ്ഥതയാണ്. അപ്പം ഞാൻ വേഗം അടിച്ച് തുടച്ച് ആ മുറ്റമൊന്ന് അടിച്ചിട്ടു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ സാമ്പാറൊക്കെ റെഡി. അപ്പം ഞാൻ അതാ ചീനിച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇത്തിരി കൂടുതൽ കടുക് ഇട്ടു കേട്ടോ. സാമ്പാറിൽ ഇത്തിരി ഒലിവിയും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ വറ്റൽമുളകും പൊട്ടിച്ചിട്ടു, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. കറിവേപ്പില ഇപ്പം എന്താണോ ഉണ്ട്, കറിവേപ്പില ഇല്ലെങ്കിൽ എനിക്ക് കറിക്ക് എന്തോ ഒരു രസക്കുറവ് തോന്നും. അങ്ങനെ അതും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് ഞാൻ എന്താ ചെയ്തതെന്നറിയോ, സാമ്പാർ പൊടി ഇട്ടിട്ടില്ലല്ലോ, കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തു. ഓവറായിട്ട് മൂപ്പിച്ച് കരിച്ചൊന്നും എടുക്കാൻ പാടില്ല. സാമ്പാറിൻ്റെ ഒരു പാകമുണ്ടല്ലോ, സാമ്പാർ നമ്മൾ വെറുതെ വറുത്തിട്ടല്ലേ ചേർക്കുക പൊടികൾ. അപ്പോൾ അതേപോലെ ഒന്ന് എടുത്തു. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് പരിപ്പും വേവിച്ച് വെച്ച കഷ്ണങ്ങളും ഒക്കെ ഇട്ടു. പിന്നെ കുറച്ചും കൂടി തിളച്ച വെള്ളമാണ് ഒഴിച്ചത്. വെള്ളം ഒഴിച്ച് നന്നായിട്ട് ലൂസാക്കി, എത്ര ലൂസ് വേണോ അത്രയ്ക്കും. പിന്നെ നന്നായിട്ട് വെട്ടി തിളയ്ക്കണം. പിന്നെ നന്നായിട്ട് അങ്ങോട്ട് കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തു. അതാണ് അതിൻ്റെ ടേസ്റ്റ്. അതേപോലെ തന്നെ നന്നായിട്ട് മല്ലിയില ഇട്ട് കൊടുത്തു കേട്ടോ. മല്ലിയില ഇത്തിരി കൂടുതൽ ഇടുമ്പോഴാണ് സാമ്പാറിന് ടേസ്റ്റ് തോന്നാറ്. ചിലവർക്ക് മല്ലിയില കണ്ടുകൂടാത്ത ആൾക്കാരുണ്ട് കേട്ടോ. എനിക്ക് പണ്ട് അങ്ങനെയായിരുന്നു, എനിക്ക് ചേട്ടനും മല്ലിയില കണ്ടുകൂടായിരുന്നു. ഇപ്പോൾ പക്ഷേ മല്ലിയില ഇല്ലാത്ത സാമ്പാർ എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമേ അല്ലാത്ത അവസ്ഥയായി. ചിക്കൻ കറിയിലൊന്നും എനിക്ക് അത്ര വലിയ ഇഷ്ടമില്ല, പക്ഷേ ചേട്ടനത് ഭയങ്കര ഇഷ്ടമാണ്. ചേട്ടൻ കുറേ അരിഞ്ഞിടും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ സാമ്പാർ കൂട്ടി ചോറിനാണ്. സാധാരണ രാവിലത്തെ ചോറൂണെന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്ത് കഴിക്കായാലും ഒരിത്തിരി നിന്നുകൊണ്ട് വാരി കഴിച്ച് ഓടലാണ് ഒരു പതിവ്. ഇന്ന് പക്ഷേ ഇത്തിരി കൂടുതൽ ചോറൊക്കെ എടുത്ത് നിറയെ സാമ്പാർ ഒഴിച്ചു. ഇത്തിരി ഉപ്പ് പൊടിയും കൂടി ഇട്ടിട്ട് ഞാൻ കഴിക്കുക കേട്ടോ. എനിക്ക് വേറെ സൈഡൊന്നും വേണ്ട, നല്ല ചൂട് സാമ്പാർ കിട്ടി കഴിഞ്ഞാൽ. വറുത്തരച്ച് വയ്ക്കുന്ന സാമ്പാറിനോട് അത്ര വലിയ താല്പര്യമില്ല കേട്ടോ. എനിക്ക് പൊടിയിട്ട സാമ്പാർ ഇഷ്ടമുള്ളൂ. എന്താ വെച്ചാൽ ലൂസുള്ള സാമ്പാർ ഇഷ്ടമുള്ളൂ. അങ്ങനെ കട്ടിയിലിങ്ങനെ കുറുകുറുന്നെ ഇരിക്കുന്ന സാമ്പാറിനോട് ഒട്ടും ഇഷ്ടമില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ശ്രീകുട്ടനും അങ്ങനെ തന്നെ. ആദ്യത്തിന് വലിയൊരു ഇഷ്ടമൊന്നുമില്ല സാമ്പാറിനോട്, ചേട്ടൻ ചൂടോടുകൂടി ഇഷ്ടമാണ് കേട്ടോ. ആദ്യത്തിന് മീനിൻ്റെ വലിയ ആളാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ വലിയ പണികളൊന്നും ഉണ്ടായില്ല, തുണികളൊന്നും ഉണങ്ങിയിട്ടില്ല മടക്കി വയ്ക്കാനായിട്ട്. അലക്കലൊക്കെ തലേദിവസം വൈകുന്നേരം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ നേരം കിടന്ന് മൊബൈലൊക്കെ നോക്കി, കുറച്ച് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ ബോറടിച്ചു കേട്ടോ മൊബൈൽ അധികം നേരം നോക്കണത്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പുല്ല് പറിക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് സ്ഥലമൊക്കെ ഒന്ന് പുല്ല് പറിച്ചു. പിന്നെ ഞാൻ നോക്കിയപ്പോഴേയും കൊതുകുണ്ട്, അപ്പുറത്തപ്പുറത്തൊക്കെ ഡെങ്കിപ്പനിയുണ്ട്. അപ്പോൾ ഒരു പേടി. അപ്പോൾ ഞാൻ അവിടെ വെച്ച് അവസാനിപ്പിച്ചു. പിന്നെ അതുമല്ല, പുല്ല് അധികം പറിച്ചിട്ടുണ്ടെങ്കിൽ മണ്ണൊക്കെ ഇളകി കണ്ടിട്ട് മഴ പെയ്യുമ്പോൾ അപ്പുറത്ത് പറമ്പിലേക്ക് പോയില്ല. അല്ലാണ്ട് തന്നെ ഒരുവിധമായിട്ടാണ് പോയി. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പുല്ല് പറിച്ചിട്ടും കൂടി മണ്ണ് ഇളകണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ ആ ഒരു ഭാഗത്തെ ഞാനത് വേണ്ടാന്ന് വെച്ചു. കുറേശ്ശെ പുല്ല് വന്നിട്ടുള്ളൂ, അങ്ങനെ ഓവർ പുല്ലൊന്നുമില്ല. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഉച്ചയായപ്പോൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് നേരമൊക്കെ കിടന്ന്. പിന്നെ എനിക്ക് തോന്നി പിള്ളേർക്ക് 4 മണിയാകുമ്പോൾ എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ ഇന്ന് ശരിയാവില്ല, അമ്മ വീട്ടിലുള്ളതല്ലേ, അപ്പോൾ അവരെന്തെങ്കിലും പ്രതീക്ഷിക്കും. അപ്പം ഞാനൊരു കുഞ്ഞ് കേക്ക് തട്ടിക്കൂട്ടാമെന്ന് വിചാരിച്ചു. ആദ്യം ഞാൻ സവോള വട, ഉള്ളിവടയില്ലേ, അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പം നോക്കിയപ്പോൾ സവോള കുറച്ചുള്ളൂ. അപ്പം ഞാൻ പിന്നെ അത് വേണ്ടാന്ന് വിചാരിച്ചു കേട്ടോ.
പിന്നെ കേക്കിന് നോക്കിയപ്പോൾ ഏറെക്കുറെ എല്ലാതും ഉണ്ട്, പക്ഷേ പാലുള്ളൂ, ഓയിലില്ല. ഓയിൽ ഒഴിച്ച് ഉണ്ടാക്കണ കേക്കാണ് നല്ല ടേസ്റ്റ്. പാല് പക്ഷെ അത്ര വലിയ ടേസ്റ്റ് ഇല്ല കേട്ടോ, വല്ലാണ്ടൊരു ടേസ്റ്റ്. കുറച്ചെങ്കിലും ഒരു ഓയിൽ ഒഴിക്കണം. എൻ്റെ കയ്യിൽ ഓയിലില്ല, വെളിച്ചെണ്ണയാണ് ഇവിടെ ഉള്ളൂ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കേക്ക് ഉണ്ടാക്കാൻ കൊള്ളുമല്ലോ. അപ്പോൾ അത് കാരണം നിവൃത്തിയില്ല. അപ്പോൾ അങ്ങനെ ചെറിയൊരു ടീ കേക്കിൻ്റെ ട്രേ എടുത്തും കണ്ടിട്ട് അതിൽ ഇത്തിരി ബട്ടർ പേപ്പർ എടുത്തു. അപ്പോൾ അലമാരി ഒതുക്കിയ കാരണം കുറേ ബട്ടർ പേപ്പറൊക്കെ കിട്ടിയിട്ടാണ്, അല്ലെങ്കിൽ ബട്ടർ പേപ്പറൊന്നും കാണാണ്ടിരിക്കുകയായിരുന്നു. അതിലേക്കൊരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തു. നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തു. 1 or 2 മുട്ട എടുക്കാം കേട്ടോ അതിലേക്ക്. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ പാലൊഴിച്ച് ഉണ്ടാക്കണ ഏറ്റവും നല്ല ടേസ്റ്റ് ഓയിൽ ഒഴിച്ച് ഉണ്ടാക്കുന്നതാണ്. പാലൊഴിക്കുമ്പോൾ ചെറിയൊരു മുട്ടയുടെ സ്മെല്ലും പിന്നെ ആ ടെക്സ്ചർ അങ്ങോട്ട് നന്നായിട്ട് കിട്ടിയില്ല കേട്ടോ. നല്ലൊരു കേക്കിൻ്റെ അത്ര കിട്ടിയില്ല, എന്നാലും കുഴപ്പമില്ല. ഒരു 1/4 കപ്പ് പാലൊഴിച്ചു, ഒരു ഇത്തിരി വാനില എസൻസ് ഒഴിച്ചു, നന്നായിട്ട് അടിച്ചെടുത്തു. അതിലേക്ക് ഒരു 1/2 കപ്പ് മൈദ പൗഡർ ഇട്ടു. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്തു കേട്ടോ. ബേക്കിംഗ് പൗഡറും കൂടി വേണ്ടതായിരുന്നു, ഞാനത് ഇട്ടില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ചെറിയ ചെറിയ പോരായ്മകളുണ്ടായിരുന്നു. പെർഫെക്റ്റായി എന്ന് ഞാൻ പറയില്ല എന്നുണ്ടാക്കിയത്. പിന്നെ ഒരു പോട്ട് വെച്ച് അതിലേക്ക് റിങ് ഇറക്കി വെച്ച് അതിൽ വെച്ചു. ഒരു 10-20 മിനിറ്റൊക്കെ എടുത്തു കേട്ടോ വേവാനായിട്ട്. ആ ഒരു നേരം കൊണ്ട് എന്തായാലും നമുക്ക് ചായ വെക്കണ്ടേ. പിള്ളേർ സാധാരണ ചായ ഒന്നും കുടിക്കില്ല, പക്ഷെ ഇങ്ങനെയുള്ള മുടക്ക് ദിവസങ്ങളിലൊക്കെ ചിലപ്പോൾ സൺഡേയിൽ ഉച്ച തിരിഞ്ഞ് ചായയൊക്കെ കുടിക്കാറുണ്ട് കേട്ടോ, പാൽ ചായയൊക്കെ വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അത് കാരണം ഞാൻ അവർക്കും കൂടി വെച്ചു. അങ്ങനെ നല്ല അടിപൊളി ഒരു ചായയും ഉണ്ടാക്കി കേക്കും കൂടി കഴിക്കാമല്ലോ. അപ്പോൾ ചായ ആദ്യം ഒഴിച്ച് കാണിട്ട് ഞാനൊന്ന് മൂടി വെച്ചു കേട്ടോ. കുറച്ച് നേരം അവർ വരുമ്പോഴേക്കും ചെറുതായിട്ടൊന്ന് ആവി പോകുമല്ലോ, അപ്പോഴേക്കും കേക്ക് വേവുകയും ചെയ്യും. അങ്ങനെ വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കേക്കൊക്കെ വെന്തു ഈ ഒരു പരുവത്തിലായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കേക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്, പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു മുട്ടയുടെ സ്മെല്ല്. അപ്പോൾ അത് ഓയിൽ ഒഴിച്ചുണ്ടാക്കുമ്പോൾ കുഴപ്പമുണ്ടാവില്ല. ചെറിയ പീസുകളാക്കി അരിഞ്ഞെടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ 2 കഷ്ണം ചേട്ടനെടുത്ത് വെച്ച് ബാക്കിയുള്ളത് പിള്ളേരും ഞാനും ഒക്കെ കൂട്ടി ചായയൊക്കെ കുടിച്ചു. അങ്ങനെ അതിനിടയ്ക്ക് ഒരു സിനിമയൊക്കെ കണ്ടു കേട്ടോ. എന്നിട്ട് 3 മണി അസോസിയേറ്റ്സ്, ഒരു വെറൈറ്റി സിനിമ, അങ്ങനെ ആൾക്കാർ വേണമല്ലോ. അപ്പം അങ്ങനെ പിന്നെ പിള്ളേർ വേറെ ഏതോ വിജയുടെ അല്ലല്ലോ, മറന്നുപോയി ഞാൻ, വിജയ് സേതുപതിയുടെ ഒരു സിനിമ അങ്ങോട്ട് കണ്ടു. അതെനിക്ക് എന്തോ പേര് പറഞ്ഞു കേട്ടപ്പോൾ അത്ര ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ അടിപൊളി സിനിമയായിരുന്നു പറയണവർ. അത് കാരണം ഞാൻ കണ്ടില്ല. പിന്നെ ചേട്ടനൊക്കെ വന്നു. പിന്നെ മീൻ വാങ്ങിച്ചു കൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നല്ല 4 പീസ് നോക്കി ഞാൻ ഫ്രൈ ആക്കി എടുത്തു. പപ്പായ ഉപ്പേരി വീണ്ടും വെച്ചു. ഇത് പപ്പായയുടെ അമ്മ തന്നെയാണ് കേട്ടോ ഇന്നത്തെ പിടുത്തം. അത് കഴിഞ്ഞ് കേട്ട് അതൊക്കെ കൂട്ടി ചോറുണ്ടു. പിന്നെ ഞാൻ പിറ്റേ ദിവസം പോയപ്പോൾ നമ്മുടെ വെള്ളം ഇറങ്ങിയതൊക്കെ ഒന്ന് കാണിച്ചതാട്ടാ. പുത്തൂരെത്തിയപ്പോൾ എനിക്ക് പിടിക്കാനായിട്ട് പറ്റിയില്ല. ഈ ഒരു ഭാഗമാണ് നമ്മുടെ ഇവിടെയാണ് ശരിക്കും വെള്ളമൊക്കെ വന്ന് ചേരണത് കേട്ടോ. അത് കാരണം കൊണ്ടാണ് ഇവിടെ വെള്ളം പൊന്താത്തതെന്ന് എനിക്ക് തോന്നാറുണ്ട്. ആ വെള്ളം വന്ന് സ്റ്റോർ ആവാനുള്ള സ്ഥലം ഉണ്ടല്ലോ, അതുകൊണ്ട് ഇതിൻ്റെ അറ്റത്താണ് നമ്മുടെ വീട് കാണുന്നത്. ആ ഒരു വെള്ളം കാണില്ലേ, അവിടെയാണ് നമ്മുടെ വീട് കാണുന്നത്. അവിടെ നിന്നൊക്കെയുള്ള വെള്ളം ഒലിച്ച് ഇങ്ങോട്ട് പോരും. പിന്നെ ഞങ്ങളുടെ വീട് ഇത്തിരി ഒന്ന് പൊന്തിയിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. നന്നായിട്ട് മണ്ണടിച്ച് അങ്ങനെ നല്ലോണം ഇത്തിരി പൊന്തിയിട്ടാണ്. ഈ ഭാഗമൊക്കെ ഒരു കാട് പോലെയാണ് കേട്ടോ. ആ ഒരു ഭാഗമൊക്കെ അങ്ങോട്ടൊന്നും ഞാനങ്ങനെ പോയിട്ടൊന്നുമില്ല. അത് കാരണം എനിക്ക് കാര്യമായിട്ടുള്ള അറിവുകളൊന്നും ഈ പ്രദേശത്തെ പറ്റി അത്ര ഇല്ല. പിന്നെ നമ്മൾ വീട്ടിലില്ലല്ലോ, രാവിലെ ജോലിക്ക് പോയി വൈകുന്നേരം ആകുമ്പോൾ കയറി വരും. അപ്പോൾ നമുക്ക് 100 കൂട്ടം കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഇതൊന്നും അത്ര ആലോചിക്കാനുള്ള സമയമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും കമൻറ്റ് എഴുതാനും ഒന്നും മറന്നു പോരുത് കേട്ടോ. ഈ റോഡ് നിറയെയാണ് വെള്ളം പോയിരുന്നത്. റോഡ് നല്ല റോഡായിരുന്നു കേട്ടോ. പക്ഷേ ഈ വെള്ളത്തിൻ്റെ പദ്ധതി എന്ന് പറഞ്ഞ് കുത്തിപ്പൊളിച്ച് പൈപ്പ് ഇട്ടതാണ് ആ റോഡ് അങ്ങനെ നശിപ്പിച്ചിട്ടേക്കുന്നത്. പിന്നെ ഇതിലൊക്കെ നിറഞ്ഞിട്ട് ഇത് പീച്ചി വെള്ളം പോണതാണ്. പിന്നെ മലവെള്ളം വരുന്നതും ഇങ്ങോട്ട് ഒഴുകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇതൊക്കെ നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവിടേക്കൊക്കെ വെള്ളം വരും. പക്ഷേ ഇപ്പോൾ പ്രശ്നമൊന്നും ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ ഓക്കെ, എല്ലാവരും ലൈക്ക് അടിക്കാൻ മറന്നു വരുന്നത്.